പ്രിയമുള്ളവരെ, വചനജ്വാല 1649 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 7/3/2026 ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. 50 നോമ്പിന്റെ 20-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ജെറമിയായുടെ പുസ്തകം 25-ാം അധ്യായം 18 മുതൽ 38 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇന്നത്തെ പോലെ അവരെ നാശകൂമ്പാരവും പരിഹാസ വിഷയവും അവജ്ഞാപാത്രവും ആക്കേണ്ടതിന് ജെറൂസലേം, യൂദയായിലെ നഗരങ്ങൾ, അവയിലെ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ഈജിപ്തിലെ രാജാവ് ഫറവോ, അവന്റെ ദാസന്മാർ, പ്രഭുക്കന്മാർ, ജനം, അവരുടെ ഇടയിലുള്ള വിദേശീയർ, ഇസ്രായേൽ ദേശത്തിലെ രാജാക്കന്മാർ, ഉസ്ദേശത്തിലെ രാജാക്കന്മാർ, ഫിലിസ്തീനയുടെ അഷ്കലോൺ, ഗാസ, എക്രോൺ, അഷ്ദോദിൽ അവശേഷിച്ചിരുന്നവർ എന്നിവരുടെ ദേശത്തുള്ള രാജാക്കന്മാർ, ഏദോം, മോവാബ്, അമ്മോന്യർ, ടയറിലും സീദോനിലും കടലിനക്കരെയുമുള്ള ദ്വീപുകളിലെ രാജാക്കന്മാർ, ദദാൻ, തേമ, ബുസ്, ചെന്നിമുണ്ടനം ചെയ്യുന്നവർ, അറേബ്യയിലെ രാജാക്കന്മാർ, മരുഭൂമിയിൽ വസിക്കുന്ന സങ്കരവർഗങ്ങളുടെ രാജാക്കന്മാർ, സിമ്രി, ഏല, മേദിയ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ എന്നിവരെയും ഉത്തരദേശത്ത് അടുത്തും അകലെയുമുള്ള രാജാക്കന്മാർ, ഇങ്ങനെ ഭൂമുഖത്തുള്ള ഓരോരുത്തരെയും സകല ജനതകളെയും ഞാൻ കുടിപ്പിക്കും. അവസാനം ബാബിലോൺ രാജാവും കുടിക്കും. നീ അവരോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ കുടിച്ച് മതിച്ച് ഛർദിക്കുക. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാൾത്തലയിൽ വീഴുക. നിങ്ങൾ പിന്നെ എഴുന്നേൽക്കുകയില്ല. നിന്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ മടിച്ചാൽ നീ പറയണം, നിങ്ങൾ കുടിച്ചേ തീരൂ എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ നാമം ധരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്താൻ പോകുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നുവോ? നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇതാ, ഭൂമുഖത്തുള്ള സകല ജനതകളുടെയും മേൽ ഞാൻ വാളയക്കാൻ പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം നീ അവരോട് പ്രവചിക്കുക. കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് ഗർജിക്കുന്നു. വിശുദ്ധ സ്ഥലത്ത് നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. തന്റെ അജഗണത്തിനെതിരെ അവിടുന്ന് ഉച്ചത്തിൽ ഗർജിക്കുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരുടെ അട്ടഹാസം പോലെ സകല ഭൂവാസികൾക്കും എതിരെ അവിടുന്ന് ശബ്ദമുയരുന്നു. അവിടുത്തെ ശബ്ദം ഭൂമിയുടെ അതിർത്തികൾ വരെ മുഴങ്ങിക്കേൾക്കാം. കർത്താവ് ജനതകൾക്കെതിരെ കോപിച്ചിരിക്കുന്നു. അവിടുന്ന് സകല ജനപദങ്ങളെയും വിധിക്കുന്നു. ദുഷ്ടരെ അവിടുന്ന് വാളിനിരയാക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ, അനർത്ഥം ജനതകളിൽ നിന്ന് ജനതകളിലേക്ക് വ്യാപിക്കുന്നു. ദിഗന്ധങ്ങളിൽ നിന്ന് ഭീകരമായ കൊടുങ്കാറ്റ് പുറപ്പെടുന്നു. ആ ദിവസം കർത്താവ് വധിച്ചവർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കിടക്കും. ആരും അവരെ ഓർത്ത് വിലപിക്കുകയോ അവരെ എടുത്ത് സംസ്കരിക്കുകയോ ചെയ്യുകയില്ല. വയലിൽ വളം വിതറിയ പോലെ അവർ കിടക്കും. ഇടയന്മാരെ, അലമുറയിട്ട് നിലവിളിക്കുവിൻ. അജപാലകരെ,
ചാരത്തിൽ കിടന്നുരുളുവിൻ, നിങ്ങളുടെ വധദിനം വന്നിരിക്കുന്നു. കൊഴുത്ത ആടുകളെപ്പോലെ നിങ്ങൾ കൊല്ലപ്പെടും. ഇടയന്മാർക്ക് ഓടി ഒളിക്കാനോ അജപാലകന്മാർക്ക് രക്ഷപ്പെടാനോ ഇടം കിട്ടുകയില്ല. ഇതാ ഇടയന്മാർ നിലവിളിക്കുന്നു, അജപാലകർ ഉച്ചത്തിൽ വിലപിക്കുന്നു. എന്തെന്നാൽ കർത്താവ് മേച്ചിൽ സ്ഥലങ്ങൾ നശിപ്പിക്കുന്നു. പ്രശാന്തമായിരുന്ന ആലകൾ കർത്താവിന്റെ ഉഗ്രകോപത്തിൽ നാശക്കൂമ്പാരമായിരിക്കുന്നു. സിംഹം ഗുഹ വിട്ട് ഇറങ്ങിയിരിക്കുന്നു. യുദ്ധത്തിന്റെ ഭീകരതയും അവന്റെ ഉഗ്രകോപവും നിമിത്തം അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധരായ രക്തസാക്ഷികളായ പെർപ്പുത്തുവായും ഫെലിച്ചിത്തായും ഇവരെ അനുസ്മരിക്കുന്ന സുദിനമാണ്. വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ കൃതികളിൽ വളരെ പ്രകീർത്തിച്ചിട്ടുള്ളവരാണ് വിശുദ്ധ പെർപ്പുത്തുവായും ഫെലിച്ചിത്തായും. സെവേരൂസ് ചക്രവർത്തി 202 ഭീകരമായ മതമർദ്ദനം ആരംഭിച്ചു. പിറ്റേ വർഷം മർദ്ദനം ആഫ്രിക്കയിലും വ്യാപിച്ചു. പെർപ്പത്തുവ, ഫെലിച്ചിത്ത, സത്തൂണിനൂസ്, സെക്കുനൂസ്, പ്രൊവാക്കാത്തൂസ്, സത്തുരൂസ് എന്നിവർ 6 നവശിഷ്യന്മാർ കാർത്തേജിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഫെലിച്ചിത്ത 7 മാസം ഗർഭിണിയായിരുന്നു. പെർപ്പത്തുവായ്ക്ക് ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. അവളുടെ സഹോദരനായിരുന്നു സത്തരൂസ്. 22 വയസ്സുള്ള പെർത്തുവ ഒരു കുലീന വിജാതീയ കുടുംബത്തിലാണ് വിവാഹിതയായിരുന്നത്. പെർപ്പത്തുവായുടെയും കൂട്ടാളികളുടെയും വധശിക്ഷ നടപ്പാക്കുന്നതിന് നിശ്ചയിച്ചിരുന്നതിന്റെ തലേ ദിവസം അവളുടെ തീരുമാനത്തിന് മാറ്റം വരുത്താൻ പുത്രീവത്സലനായ പിതാവ് വളരെ പണിപ്പെട്ടു. പെർപ്പത്തുവ ഒരു കുടം കാണിച്ചിട്ട് അപ്പച്ചനോട് ചോദിച്ചു, ഇത് ഒരു കുടമല്ലേ? ഇതിന് വേറൊരു പേരുണ്ടോ? അതുപോലെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, വേറൊരു പേര് എനിക്കില്ല. പിതാവ് കോപാക്രാന്തനായി അവളുടെ നേർക്ക് പാഞ്ഞു ചെന്നു. കണ്ണിൽ കുത്തുമോ എന്ന് അവൾ ഭയപ്പെട്ടു. എന്നാൽ ഒന്നും ചെയ്യാതെ പരിഭ്രാന്തനായി പാഞ്ഞു പോകുകയാണ് ചെയ്തത്. താമസിയാതെ പെർപ്പത്തുവായും കൂട്ടരും സ്നാനം സ്വീകരിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ശാരീരിക വേദനകൾ സഹിക്കാനുള്ള ശക്തിക്കായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു. ഗർഭിണികളെ വധിക്കാൻ പാടില്ലെന്ന റോമൻ നിയമമുണ്ടായിരുന്നത് കൊണ്ട് ഫെലിച്ചിത്ത പ്രസവിക്കുന്നത് വരെ എല്ലാവരെയും ഒരു ജയിലിലടച്ചു. സെക്കൂനൂസ് ജയിലിൽ വെച്ച് മരിച്ചു. വിചാരണ ദിവസം പെർപ്പത്തുവായുടെ പിതാവ് അവളെ സമീപിച്ച് പറഞ്ഞു, മകളെ, എൻ്റെ നരച്ച തലയോട് കൃപ കാണിക്കുക. നിന്റെ പിതാവെന്ന് ഇന്നും ഞാൻ വിളിക്കപ്പെടുന്നുവെങ്കിൽ, നിന്നെ ഞാൻ ഇതുവരെ വളർത്തിയെങ്കിൽ, എനിക്ക് നിന്നോടുള്ള അതിരറ്റ സ്നേഹം പരിഗണിക്കുമെങ്കിൽ എന്നെ മനുഷ്യരുടെ നിന്ദാപാത്രമാക്കരുതേ. നിന്റെ അമ്മയോടും അമ്മായിമാരോടും അനുകമ്പ കാണിക്കുക. അനന്തരം പിതാവ് അവരുടെ കരങ്ങൾ ചുംബിച്ചു, അവരുടെ പാദങ്ങളിൽ വീണു. ഖേദിക്കേണ്ട അപ്പച്ച, ദൈവം തിരുമനസ്സാകാതെ യാതൊന്നും സംഭവിക്കുകയില്ല, അവൾ പിതാവിനോട് പറഞ്ഞു. വിചാരണയ്ക്ക് ശേഷം അവശേഷിച്ച 5 പേരെയും വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുവാൻ കൽപ്പനയുണ്ടായി. വെകിളി പിടിച്ച ഒരു പശു പെർപ്പത്തുവായെ കുത്തിമറിച്ചിട്ട് അവളുടെ ദേഹത്ത് കയറി നിന്നു. അങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ 5 പേരും രക്തസാക്ഷിത്വ മകുടം ചൂടി. പ്രിയമുള്ളവരെ, വിശുദ്ധ അഗസ്റ്റീനോസ് ഹിപ്പോയിൽ പെർപ്പത്തുവ, ഫെലിച്ചിത്ത എന്നീ 2 രക്തസാക്ഷിണികളുടെ തിരുനാൾ ആഡംബരപൂർവം കൊണ്ടാടുമായിരുന്നു.
അദ്ദേഹം ഇങ്ങനെയാണ് പ്രസംഗിച്ചിരുന്നത്: ബലഹീനമായ സ്ത്രീവർഗത്തിൽ ഇത്ര മഹാത്യാഗം മഹത്വനിദാനമാണ്. ആകയാൽ സഹനത്തിൽ നിന്ന് പലായനം ചെയ്യാതിരിക്കുവിൻ. പ്രിയമുള്ളവരെ, രക്തസാക്ഷികളായ വിശുദ്ധരായ പെർപ്പുത്തുവായുടെയും ഫെലിച്ചിത്താസിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം. എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.